ഏത് പടം കാണാൻ വന്നതാ? നരിവേട്ട. ഞാൻ അയച്ചില്ലേ? നീ അയച്ചു. ടോവിനേക്കാൾ ഇഷ്ടം എന്നെയാ. അങ്ങനെ പറഞ്ഞാൽ രാജേട്ടാ ഭയങ്കര അഭിപ്രായമാണ്, ഒരു രക്ഷയില്ല. ധ്യാൻ ചേട്ടൻ തുടരുന്നല്ലേ പറയുന്നത് എല്ലാരും. ലാലേട്ടൻ തുടരും പറഞ്ഞ പോലെ. ലാലേട്ടനായിട്ടാണ് എന്റെ കമ്പാരിസൺ. നാളെ പ്രസ് മീറ്റ് ഭയങ്കര അഭിപ്രായമല്ല ചേട്ടാ. ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണോ കാത്തിരുന്നേ? ഈ ഒരു ദിവസം അല്ല ദിവസം ഈ ഒരു ദിവസം മാത്രമേ സാധനം എന്ത് സന്തോഷ നിമിഷത്തിൽ ഒരു 2 പാട്ടല്ലോ പ്രസംഗം ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. നീ അവിടുന്ന് കോപ്പി ഞങ്ങളുടെ ഇത്രയും ആൾക്കാർ ധ്യാനെ കുറിച്ച് നല്ലത് പറയുന്നുണ്ടല്ലോ. അപ്പൊ ആ ഒരു സന്തോഷ നിമിഷത്തിൽ എന്താ പറയാനുള്ളത്? ഒന്നുമില്ല, ഈ സന്തോഷം ഞാൻ പറഞ്ഞത്, ഈ സന്തോഷം ഈ നിമിഷം ഇത് കഴിഞ്ഞു, ഇപ്പൊ ഇത്രയേ ഉള്ളൂ. ധ്യാൻ ചേട്ടൻ പ്രതീക്ഷിച്ചിരുന്നു ഈ വിജയം ഈ സിനിമയ്ക്ക്? ഞാൻ ആഗ്രഹിച്ചിരുന്നു ആ പിള്ളേര് നമ്മളെ വെച്ചിട്ട് സോഫിയ ചേച്ചിനെ പോലെ ഒരാള് സിനിമ ചെയ്യുമ്പോൾ നമ്മളെ വെച്ച് സിനിമ ചെയ്യുമ്പോൾ അവർക്ക് അവർ ഡിസേർവ് ചെയ്യുന്ന ഒരു സാധനം വേണമെന്ന് അവർക്ക് വേണ്ടി ഞാൻ ആഗ്രഹിച്ചത്. നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. നമുക്ക് ബോഡിയാൽ എന്ത് കുട്ടികൾ ഞങ്ങൾക്ക് ടോവിൽ 2 ട്രോഫി ഒന്ന് ധ്യാൻ ചേട്ടൻ തരാം. എടാ ഞാനതല്ലേ പറഞ്ഞ നാളെ കോക്ടെയിൽ പാർട്ടി. ബുക്ക് മൈ ഷോയില് ഇതുവരെ ധ്യാൻ ശ്രീനിവാസൻ സിനിമകളിൽ കാണാത്ത ഒരു ബുക്കിങ്ങോടെയാണ്. അതെ, അപ്പൊ ഈ സ്ലീപ്പർ സെൽ ധ്യാൻ ആരാധകരൊക്കെ ഉണർന്നു എന്ന് തോന്നുന്നു. സ്ലീപ്പർ സെൽസ് ഉണർന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പലരും എന്തായാലും നമുക്ക് ഇന്നത്തെ ദിവസം ഫസ്റ്റ് ദിവസം തന്നെ ഒരു ഫുൾ ഹൗസ് ആൾക്കാർ. ഇന്നത്തെ നൈറ്റ് ഷോസ് എല്ലാം ഫുള്ളാണ്. ഓൾമോസ്റ്റ് ആൾക്കാരെല്ലാം പല സ്ഥലങ്ങളിലും ഫുള്ള് ഹൗസാണ്. ഫസ്റ്റ് ഹാഫ് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഹാഫിനേക്കാൾ എനിക്ക് സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ എൻഗേജിങ് ആയിട്ടും കുറച്ച് രസമുള്ള പരിപാടിയായിട്ട് തോന്നി. നമുക്ക് മഹാസംഭവം ഒന്നുമില്ല, പക്ഷേ എന്നാലും ഡീസൻറ്റ് ഡെഫിനറ്റ്ലി തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സിനിമയായിട്ട് നമുക്ക് പേഴ്സണലി തോന്നി. അപ്പോൾ എന്തായാലും ഇൻ്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്ന പലരും, വീട്ടിൽ മാറി നിൽക്കുന്ന പലരും വന്ന് സിനിമ കാണണം. സ്ഥിരം അല്ലേ, സിനിമ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതായിട്ട് നമുക്ക് ഇങ്ങനെ ഭയങ്കര ആരും തന്നെ മോശം എന്നുവെച്ചാൽ മോശം റിവ്യൂസ് ഒന്നും തന്നെ വന്നിട്ടില്ല. എല്ലാം ആവറേജ്, അബോവ് ആവറേജ്, ഗുഡ്, അത്രേ ഉള്ളൂ. അപ്പം എന്തായാലും അബോവ് ആവറേജും ഗുഡുമാണ് കൂടുതലും വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് വന്ന നമ്മുടെ വനിത ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള തിയേറ്റർ റിവ്യൂസിലൊക്കെ വന്ന സാധനങ്ങളൊക്കെ തന്നെ ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു കുറച്ചധികം ഒരു വേർഡ് ഓഫ് മൗത്തിലൂടെ വന്ന ആൾക്കാർ കയറി വരുവാണെങ്കിൽ, ഫാമിലി ഒക്കെ വരുവാണെങ്കിൽ ഇന്ന് ചെറുപ്പക്കാരൊക്കെ വന്ന് അത്യാവശ്യം ഇതായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെ കയറി പോകേണ്ടതാണ്. ഇന്റർവ്യൂ കാണുന്ന അമ്മമാരൊക്കെ ഒരുപാട് പ്രാർത്ഥിക്കുമെന്നൊക്കെ പറയാറുണ്ട്. അതാ പറയാ, ഇന്റർവ്യൂ ഇത് നമ്മൾ പറയാലോ, ഇത് നമ്മൾ കാത്തിരിക്കണ്ട. ഇതെന്തായാലും തിയേറ്ററിൽ ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റുന്ന നമ്മുടെ നല്ല സിനിമയാണ്. എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ഒരു സിനിമയാണ്. നമ്മുടെ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ കണ്ടോ. അത് നമുക്കൊന്നും അറിയില്ലല്ലോ, സിനിമയുടെ കേസ് നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മളെല്ലാ ആഴ്ചയും കാണുന്ന സിനിമ നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ 2 സംവിധായകർ വരുന്നു. അവരുടെ ഒരുപാട് കാലത്തെ എഫേർട്ടും നമ്മളെ വെച്ചിട്ട് വീക്കെൻഡിനെ പോലത്തെ ഒരു ബാനർ എന്നെ വെച്ച് നമ്മളെ വെച്ച് സിനിമ ചെയ്യുന്നു. നമ്മളൊക്കെ അതിൻ്റെ ഭാഗമാകുന്നത്, അതൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ അവർ ഇങ്ങനെ ഒരു സിനിമ ആദ്യമായിട്ട് യൂണിവേഴ്സിൻ്റെ ഭാഗമായിട്ട് ചെയ്യുമ്പോൾ അവർക്കൊരു പ്ലാൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതുവരെ അതെ. കാരണം ഇപ്പം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അഭിപ്രായം വന്നാൽ പോലും ഈ വർഷം ഇറങ്ങിയ കുറച്ച് പടങ്ങൾക്കൊക്കെ അഭിപ്രായം വന്നിട്ട് ആൾ വരുന്നില്ല. അപ്പോൾ ഇപ്പം മലയാള സിനിമ ഭയങ്കര ക്രൈസിസിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ ഒരു സിനിമ അഭിപ്രായം വന്നതിന് ശേഷം തിയേറ്ററിൽ ആൾ വരേണ്ടത് ഈ ഇൻഡസ്ട്രിക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഡെഫിനറ്റ്ലി ആൾക്കാർ തിയേറ്ററിലോട്ട് വരണം. എനിക്ക് തോന്നുന്നു ഒരിക്കലും അതെ, എമ്പുരാൻ വന്നു, പ്രിൻസ് വന്നു, പ്രിൻസിനോടൊപ്പം പടക്കളം വന്നു, അതിനെ ഫോളോ ചെയ്തുകൊണ്ട് ഇപ്പോൾ എനിക്ക് നരിവേട്ടയും അത്യാവശ്യം നല്ല അഭിപ്രായമുണ്ട്, ഇതിനും നല്ല അഭിപ്രായമുണ്ട്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി എല്ലാവരും തിയേറ്ററിൽ വന്ന സിനിമയാണ്. എന്തായാലും ഒരിക്കലും മോശം സിനിമയല്ല എന്ന് തോന്നുന്നു പേഴ്സണലിലോട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് നമ്മളെന്നല്ല പറഞ്ഞല്ലോ. ബാക്കി നാളെ സക്സസ് പരിപാടി അല്ല, അവർക്ക് അതിന് അതൊക്കെ പ്രൊഡക്ഷൻ തീരുമാനിക്കേണ്ട കാര്യമല്ലോ. അപ്പൊ അതുകൊണ്ട് അവര് മിന്നൽ മുരളിയായിട്ട് ഒരു ക്രോസ് ഓവർ വരുന്നുണ്ടെന്നുള്ള രീതിയിൽ കുറെ ആൾക്കാർ പ്രതീക്ഷിച്ചിട്ടൊക്കെ സിനിമയ്ക്ക് വരുന്നുണ്ട്. അല്ല, ഞാൻ പക്ഷേ ഇന്റർവ്യൂസിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെ മിന്നലിലെ ക്യാരക്ടേഴ്സ് ഒന്നും തന്നെ
ഇതിനകത്ത് ഇല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു. പിന്നെ ഇതൊരു കോമഡി പടമല്ല. കാരണം പലരും ഇത് ഭയങ്കര ഹ്യൂമർ പ്രതീക്ഷിച്ച് പോകുന്ന ആൾക്കാർക്ക് ഇതൊരു കോമഡി പടമല്ല. ഇത് പ്രോപ്പർ സീരിയൽ കില്ലിംഗ് അല്ലെങ്കിൽ നാട്ടിൻപുറത്ത് നടക്കുന്ന പ്രോപ്പർ മർഡർ മിസ്റ്ററിയും കില്ലിങ്ങും സീരിയൽ കില്ലിങ്ങും തന്നെയാണ്. അപ്പോൾ ഒരു പോയിന്റ് വളരെ സിറ്റുവേഷൻ ആയിട്ടുള്ള ഫസ്റ്റ് ഹാഫിലുള്ള ചെറിയ ഹ്യൂമർ ഒഴിച്ചു കഴിഞ്ഞാൽ പടം സെക്കൻഡ് ഹാഫിൽ ഒരു പോയിന്റ് കഴിഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ട് പോകുന്ന പ്ലസ് ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് പോകുന്ന ഒരു പരിപാടി. അപ്പം ഭയങ്കര തമാശ പ്രതീക്ഷിച്ച് പോയവർക്ക് ചിലപ്പോൾ നിരാശപ്പെടേണ്ടി വരും. തമാശയൊന്നുമില്ല, പ്രോപ്പർ ഇൻട്രീഗിങ് ആയിട്ടുള്ള ഒരു ത്രില്ലറിന്റെ ടെംപ്ലേറ്റ് പിടിച്ചിട്ടുള്ള നാടൻ ത്രില്ലർ തന്നെയാണ്. സിജുബ്രോയുടെ ഫൈറ്റ് എടുത്തു പറയേണ്ടതാണ്. ഇപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഫൈറ്റ് ഒക്കെ ചെയ്തിട്ട്? ധ്യാൻ ചേട്ടൻ കണ്ടപ്പോഴും എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യം ഒരൊറ്റ ഡീലുള്ള പരിപാടിയായിരുന്നു, ഇവരുടെ ഫൈറ്റ് കൂട്ടിയത്. വെറുതെ പണിയെടുപ്പിക്കാതെ അല്ല, അത് ലാസ്റ്റിൽ ആ ഫൈറ്റ് ഉള്ള കണ്ടിട്ടുണ്ടല്ലോ. അതിലുള്ള കുറച്ച് പരിപാടി ആദ്യം ഒറ്റ അടിയിൽ അവൻ അവിടെ വീഴുന്നായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ തിരിച്ച് 2-3 അടി കൊള്ളണ്ടേ, അങ്ങനെ വെറുതെ വിടണമെന്ന്. അങ്ങനെ കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിലേക്ക് വരുമ്പോൾ ഭയങ്കര നല്ലതാണ് അങ്ങനത്തെ ഒരു ഫൈറ്റും പരിപാടികളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് സംഭവം. പിന്നെ അന്നേരത്തെ ക്യാമറ മൂവ്മെന്റ്സുകൾ ഒന്ന് പറയേണ്ടതാണ്. കാരണം നോക്ക് ബോട്ടിംഗ് ആണ് ഉപയോഗിച്ചത് അന്നേരം. ആദ്യമായിട്ടാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് നോക്ക് ബോട്ട്. നല്ലായിരുന്നു. തോസി മാസ്റ്ററാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിന്റെ മേക്കേഴ്സ് പുതിയ ആൾക്കാർ ഇത്രയും പുൾ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമല്ല. കാരണം അവരിതുവരെ ആരെയും അസിസ്റ്റ് ചെയ്തിട്ടില്ല, അവരാരുടെ കൂടെ വർക്ക് ചെയ്തിട്ടില്ല, അവർ ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമ. അപ്പൊ എനിക്ക് തോന്നുന്നു വീക്കെൻഡ് എന്നെ വെച്ച സിനിമയിൽ തന്നെ വലിയ ധൈര്യം, പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ വെച്ചിട്ട് എന്നെ വെച്ച സിനിമ നാഷണൽ ബ്രേവറി അവാർഡ് കൂടെ കൊടുക്കണം. അല്ല, അത് അവരെ സോഫി ചേച്ചിയോട് തന്നെ ചോദിക്കണടാ, എന്തെങ്കിലും നല്ലത്. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതെ അതെ, ചിലപ്പോൾ നാളെ പറഞ്ഞ പോലെ ഭാവിയിൽ ക്രോസ് ഓവർ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ലടാ, ഒന്നും അറിയില്ല. സോഫി ചേച്ചി ആദ്യമേ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനി എങ്ങനെ പ്രതീക്ഷിക്കാമോ നമുക്ക്? അതല്ല, അത് എനിക്ക് വേറൊരു ഡയറക്ഷൻ വരും. അത് സോഫി ചേച്ചിയുടെ ഒരു കയ്യിലൊരു കഥയുണ്ടായിരുന്നു, അത് ഡയറക്റ്റ് ചെയ്യുന്ന വെച്ചിട്ടാണ് വിളിച്ചത്. എൻ്റെ കയ്യിലൊരു പരിപാടി ഉള്ളത് കൊണ്ട് ഞാനത് അതുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ കുറെ അധികം ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ചേട്ടന്റെ ഡയറക്ഷൻ ഓണായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചേട്ടൻ ഡയറക്ഷനിലേക്ക് കിടക്കുമ്പോൾ അതേപോലെ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ കുറെ ആൾക്കാരെ നീയൊക്കെ എല്ലാവരും നിങ്ങളൊക്കെ എന്താണ് നമ്മള് ക്രൗഡ്